ഇങ്ങനെയുള്ള ഇതിന് ലൈറ്റർ വേർഷൻ ഇല്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീടുകളൊക്കെ ഇങ്ങനെ പൊസസ്ഡ് ആയിട്ട് എനർജി ഫില്ല് ചെയ്തെടുക്കുന്ന വീടുകളുണ്ടാകും. ഉപയോഗിക്കപ്പെടാത്ത കിടക്കുന്ന വീടുകൾ, സ്ഥിരമായിട്ട് വ്യഭിചാര പ്രവൃത്തികൾക്ക് ഉപയോഗിക്കുന്ന വീടുകൾ, അല്ലെങ്കിൽ ആഭിചാര ക്രിയകൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന വീടുകൾ, അവിടെ മൊത്തം നെഗറ്റീവ് എനർജിയാണ്. ഒന്നും പോസിറ്റീവ് എനർജീസ് അല്ലല്ലോ അവിടെ യൂസ് ചെയ്യുന്നത്. തിങ്ക് ചെയ്യുന്ന കാര്യങ്ങളും പ്രവർത്തിക്കുന്ന ആക്ട്സ് എല്ലാം നെഗറ്റീവ്. അവിടെ ഇൻഫ്ലുവൻസസ് വരാം. ഈ ഹോജോ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോസ്റ്റ് വന്നു എന്ന് നമ്മൾ അറിയുന്നത് ഈ സ്മെല്ല്, അതല്ലെങ്കിൽ സൗണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കൊരു സൗണ്ട് കേൾക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ മെഴുകുതിരി ഇടുക അല്ലെങ്കിൽ ഇത് നീങ്ങുക, അതല്ല. അത് ശരിക്കും ജെന്യൂൻ ആണോ? അതാണ് ശരി. പക്ഷെ ഞാനത് അതിനെ പ്രോത്സാഹിപ്പിക്കത്തില്ല, ഞാനത് പറയത്തുമില്ല. കാരണം ഇത് കേട്ടോണ്ടിരിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഇതായിരിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വീണ്ടും ചെയ്യാം. ശരിക്കും ഈ ഹോജോ ബോർഡ് കളിക്കാൻ പാടില്ല. അതിൽ സത്യമുണ്ട്. പാടില്ല. ഞാൻ തുറന്നു പറയും, പാടില്ല. കാരണം അത് ഡേഞ്ചറാണ്. കാരണം പല കേസുകളും വന്ന് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന് കഴിയുന്ന. എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെറുതെ യൂട്യൂബിലൂടെ കണ്ണോടിച്ച് പോകുന്ന സമയത്ത് കണ്ട ഒരു വീഡിയോ ആണിത്. ഇതിൽ പറയുന്നത്, അതായത് പൊട്ടിക്കിടക്കുന്ന വീടുകളിൽ പിന്നെ പോരാത്തതിന് ആഭിചാരക്രിയ, വ്യഭിചാരക്രിയ നടന്ന വീടുകളിൽ എല്ലാം നെഗറ്റീവ് എനർജി കൂടുതലായിരിക്കും, പോസിറ്റീവ് എനർജി കുറവായിരിക്കും. അപ്പോൾ അവിടെ പ്രേതങ്ങളുടെ സാന്നിധ്യം കൂടുതലായിരിക്കും എന്നാണ് ഇയാൾ പറഞ്ഞത്. പിന്നെ പറഞ്ഞത് ഓജോ ബോർഡിനെ കുറിച്ച്. ഓജോ ബോർഡ് കളിക്കാൻ പാടില്ല, അതെന്താണ് നാശത്തിലേക്ക് പോലും അത് ഭയങ്കര പ്രശ്നമാവും എന്നുള്ളതാണ് പിന്നെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്താണ് പോസിറ്റീവ് എനർജി, എന്താണ് നെഗറ്റീവ് എനർജി, എന്താണ് ഓജോ ബോർഡ്, ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. പിന്നെ ഞാൻ ഈ പറയുമ്പം നിങ്ങൾ പറയും, ഇവൻ വല്ല അറിവ്, ഇവനേ ഉള്ളൂ എല്ലാ അറിവും എന്നല്ലോ. അങ്ങനെയൊന്നുമല്ല. അറിയാത്ത കാര്യങ്ങൾ ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നത് അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അതിനെ കൊണ്ട് ദേഷ്യം പിടിച്ചതിനെ ഇപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പോൾ അത് എൻ്റെ കുറ്റമല്ല. അപ്പോൾ നിങ്ങൾ അതെല്ലാം സഹിച്ചോ, കാണുന്നുണ്ടെങ്കിൽ അതെല്ലാം സഹിച്ചോ, ഇല്ലെങ്കിൽ വീഡിയോ കാണണ്ട, പ്രശ്നം തീർന്നല്ലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് നോക്കാം എന്താണ് പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി എന്നത് ഒരു ശാസ്ത്രീയമായ മാർഗമൊന്നുമല്ല. എന്നാൽ അവ മനുഷ്യരുടെ മനസ്സിൻ്റെ വികാരങ്ങളുടെ, ചിന്തകളുടെ, ജീവന്റെ ഗുണനിലവാരത്തെ ബാധിക്കുന്ന ആശയങ്ങളാണ്. ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ പ്രത്യേകം നോട്ട് ചെയ്യാം. ഓക്കെ. നല്ല ചിന്തകൾ, വികാരങ്ങൾ, പ്രവൃത്തികൾ എന്നിവയിൽ നിന്ന് വരുന്നതാണ് പോസിറ്റീവ് എനർജി. ദുഃഖകരമായ, വിഷാദകരമായ ചിന്തകളിൽ നിന്ന് വരുന്നതാണ് നെഗറ്റീവ് എനർജി. അപ്പോൾ നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, അതായത് ഒരു വ്യക്തി, അയാൾക്ക് നല്ല ജോലി കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ആവശ്യത്തിന് പണവും കാര്യങ്ങളുണ്ട്, അംബാനി അദാനിയും പോലെയൊന്നും അല്ലെങ്കിലും ഒരു നല്ല രീതിയിൽ അയാൾക്ക് പണവും കാര്യങ്ങളെല്ലാം ഉണ്ട്, നല്ല ജോലിയുണ്ട്. പക്ഷേ ഇയാൾക്ക് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്, ചിലപ്പോൾ 3-4 പെങ്ങന്മാരുണ്ടായിട്ടുണ്ട്, അവരെല്ലാം കെട്ടിച്ച് വിടേണ്ട കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇയാൾക്ക് എന്ത് പറ്റിയില്ല, കല്യാണം കഴിക്കാൻ പറ്റിയില്ല. ഒരു കഥയായിട്ട് എടുത്തോ, കല്യാണം കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ പുള്ളിക്ക് എന്തില്ല, കല്യാണം കഴിച്ചിട്ടില്ല, ഇയാൾക്ക് സ്വന്തമായിട്ട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പുള്ളിക്ക് യാതൊരുവിധ എൻ്റർടൈൻമെൻറ്റും ഇല്ല. ജോലിക്ക് പോവുക, തിരിച്ചു വരിക, ഇത് മാത്രമേ ഉള്ളൂ. വീട്ടിലൊരു സംസാരിക്കാനോ ഇതാക്കാനോ ആരുമില്ല, ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാൻ ആരുമില്ല, സ്വന്തമായിട്ട് തുണി അലക്കണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇയാൾ തന്നെ ചെയ്യണം. ഇയാൾക്ക് ആ ഒരു ദുഃഖാവസ്ഥയിലേക്ക് മാറും, അല്ലേ ഇയാൾ വല്ല ഒരു കഷ്ടപ്പാടിലേക്ക് മാറും. അങ്ങനെ ജീവിക്കുന്ന പല ആളും വീഡിയോ കാണുന്നുണ്ട്, അവർക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇയാൾ എന്ത് ചെയ്യുന്നു, ഒരു ആശ്വാസം എന്നില്ല നിലയിൽ ഇയാൾ മദ്യം സേവിക്കുന്നു. മദ്യം സേവിക്കുമ്പോൾ അതെന്താവില്ല, അത് നെഗറ്റീവ് ആവില്ല. അതായത് സാധാരണഗതിയിൽ ഈ മദ്യപാനികൾ നെഗറ്റീവ് ഷെയ്ഡുള്ളവരാണ്. പക്ഷേ എങ്കിൽ ഇയാളെ കാര്യം എടുത്ത് നോക്കുമ്പോൾ അത് ഇയാളെ കാര്യത്തിൽ എന്താവില്ല, നെഗറ്റീവ് ഷെയ്ഡ് ആവില്ല. കാരണം എന്താ, ഇയാൾക്ക് യാതൊരുവിധ എൻ്റർടൈൻമെൻറ്റും ഇല്ലടേ. അപ്പം എന്തെങ്കിലും ഒരു സന്തോഷത്തിന് ഒരു 1-2
കുടിക്കുന്നതിനെ കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഒരു ഉറങ്ങാൻ വേണ്ടിയിട്ടെങ്കിലും ഇതെല്ലാ സമയത്തും പണി 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 മാത്രം. ഓഫീസിലെത്തിയ ഓഫീസിലെ പണി, വീട്ടിലെത്തിയ വീട്ടിലെ പണി. ഒരാശ്വാസത്തിന് വേണ്ടിയിട്ട് കള്ളു കുടിക്കുന്നു. അതെന്ത് ആവില്ല, നെഗറ്റീവ് ഷെയ്ഡ് ആവില്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വികാരങ്ങൾ എല്ലാവർക്കും ഉള്ള, എല്ലാ മനുഷ്യനും ഉള്ളതാണ് ഒരു വികാരം എന്ന് പറയുന്നത്. ഇയാളൊരു വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് തെറ്റു അറിയാൻ പറ്റൂല. എല്ലാവർക്കും ഉള്ളതല്ലേ ഈ ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ. അതൊന്ന് ശമിപ്പിക്കാൻ ഇയാൾ എന്ത് ചെയ്തു, ആ ഒരു വഴി ഉപയോഗിച്ചു. ഓക്കെ, പോയിന്റ് ശ്രദ്ധിക്കണം. ഇയാളെന്താക്കി, ഈ വീട് വിറ്റു. കുറേ കാലം ഈ വീട് വിൽക്കാൻ വേണ്ടിയിട്ട് അടച്ച് കിടന്നു എന്ന് വിചാരിക്കുക. ഈ വീട് ആരും എടുത്തില്ല, അടഞ്ഞു കിടന്നു. ഇയാൾ വേറെ എവിടെയോ പോയി. അതെല്ലാം കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ട് ഈ വീട് വേറെ ഒരാൾ വാങ്ങി എന്ന് വെക്കുക. ഇവിടെ നടന്നത് എന്താ, ഈ നേരത്തെ വീഡിയോയിൽ കണ്ട പുള്ളി പറഞ്ഞ പോലെ വ്യഭിചാരം നടന്നു. വേശ്യാവൃത്തിയിൽ ഇയാൾ 1-2 പ്രാവശ്യം കുൽസിത പ്രവൃത്തികളിൽ ഏർപ്പെട്ടു നോക്കുക. പിന്നെ ഇയാളെ അവസ്ഥ അതാണ്, അതുകൊണ്ട് ഇയാൾ ചെയ്തതാണ്. മദ്യവും കുടിച്ചു. രണ്ടും നെഗറ്റീവാണ്. ആരുടെ കണ്ണിൽ? പുറമേ നോക്കുന്നവരെ കണ്ണിൽ. പക്ഷെ ഇയാളുടെ കണ്ണിലോ അത് നെഗറ്റീവല്ല. ഇയാൾക്ക് ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ ഒരു മാനസിക, അതായത് നേരത്തെ പറഞ്ഞു പോസിറ്റീവ് എനർജി എന്താ എങ്ങനെയാ വരുന്നത്, സന്തോഷകരമായ ചിന്തകളിൽ നിന്നും കാര്യങ്ങൾ. ഇയാൾക്ക് സന്തോഷകരമായ ചിന്തകൾ വരാൻ ഇയാളുടെ നെഗറ്റീവ് എനർജി കളഞ്ഞ് ഇയാൾക്ക് പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഇയാൾ പറഞ്ഞത്, ഈ മുന്നേ കണ്ട വീഡിയോയിലുള്ള ആൾ പറഞ്ഞത്, അയാളെ പേരൊന്നും എനിക്കറിയില്ല, അയാൾ പറഞ്ഞത് ശരിയാവും? ഒരു കാരണവശാലും ശരിയാവില്ല. കാരണം എന്താ വെച്ചാൽ അയാളെ നെഗറ്റീവ് അല്ല നമ്മളെ നെഗറ്റീവ്, അയാളെ പോസിറ്റീവ് അല്ല നമ്മളെ പോലെയുള്ള ആളെ പോസിറ്റീവ്. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ആടെ എങ്ങനെ പ്രേതമൊന്നും വരില്ല. ആത്മാക്കൾ എങ്ങനെ വരുമോ? നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്ത് എന്ന സ്ഥലങ്ങളിലേ വരുള്ളൂ എന്ന് അയാൾ പറഞ്ഞ. അപ്പം ഇത് എന്താണ്, ഇത് ശാശ്വതമൊന്നുമല്ല. എൻ്റെ നെഗറ്റീവ് ആയിരിക്കില്ല നിങ്ങളുടെ നെഗറ്റീവ്, നിങ്ങളുടെ നെഗറ്റീവ് ആയിരിക്കില്ല എൻ്റെ നെഗറ്റീവ്, നിങ്ങളുടെ പോസിറ്റീവ് ആയിരിക്കില്ല എൻ്റെ പോസിറ്റീവ്, എൻ്റെ പോസിറ്റീവ് ആയിരിക്കില്ല നിങ്ങളുടെ പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ അതിൽ മാറ്റങ്ങൾ വരും. അപ്പോൾ എല്ലാം അടിച്ചടച്ച് അതന്നെയാണ് എന്ന് പറയുന്നത് ശരിയല്ല. അപ്പം ആടെ നെഗറ്റീവ് വ്യഭിചാരം ചെയ്തു കഴിഞ്ഞാൽ തെറ്റായ രീതിയിൽ എല്ലാം ഉണ്ട്. അയാൾക്ക് ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, ജോലിയുണ്ട്, സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ട് പോയിട്ട് ഈ പണിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നെഗറ്റീവ് എനർജി ആവും. പക്ഷെ ഇതെല്ലാം ഇങ്ങനെയുള്ള കേസ് കെട്ടുകളിലാവില്ല. അപ്പം ഇങ്ങനെയുള്ള കേസ് കെട്ടുകളിൽ എന്തുണ്ടാവില്ല, ആടെ ആത്മാക്കൾ വരില്ല. അല്ലെങ്കിൽ ഇതും ആത്മാക്കളും തമ്മിൽ എന്നാ ബന്ധം എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയൂ, എനിക്കറിയില്ല. ഇയാൾ പറയുന്ന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആടെ പ്രേതം വരുന്നു. ഈ ആഭിചാരക്രിയ എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ അത് പറഞ്ഞുതരാം. ആഭിചാരക്രിയ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് എനിക്ക് കോവിഡ് വന്നു. കോവിഡ് കാലമാണ്. കോവിഡ് വന്നപ്പോൾ എൻ്റെ ബിസിനസ് നശിച്ച സമയത്ത് വന്നു എന്നല്ലേ, ഞാനൊരു ഉദാഹരണം പറയുന്നതാണ്. അപ്പോൾ കോവിഡ് വന്നു, എൻ്റെ ബിസിനസ് നശിച്ചു, എനിക്ക് ശാരീരികമായ അസ്വസ്ഥങ്ങൾ വന്നു, എൻ്റെ ഭാര്യ എന്തോ കാരണത്തിൽ വിട്ടുപോയി എന്നെല്ലാം വിചാരിക്കുക. ഇത് തുടരെ പ്രശ്നങ്ങളാണ് വീട്ടിൽ. അപ്പം എന്ത് ചെയ്തു, ആരോ പറഞ്ഞു ഒരു കോമരത്തിനെയോ അല്ലെ ചാമരത്തിനെയോ എല്ലാം കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം തീരുമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി അവരെന്തൊക്കെയോ ഹോമവും കാര്യങ്ങളെല്ലാം വീട്ടിൽ ചെയ്തു. ഇതിനാണ് ആഭിചാരക്രിയ എന്ന് പറയാം. ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. ഇതിനാണ് ആഭിചാരക്രിയ എന്ന് പറയാം, എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ട്. എന്നാൽ എന്തെങ്കിലും പ്രശ്നം മാറും, അതും ഇല്ലേ, അത് വേറെ കാര്യം, അത് വേറൊരു വിഷയമാണ്. അത് വേറൊരു വിഷയത്തിൽ വേറൊരു സമയത്ത് സംസാരിക്കാം. അപ്പം ഇതാണ് ആഭിചാരക്രിയ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രേതം വരേണ്ട ആവശ്യം എന്താണ്? എന്ന് വെച്ചാൽ എൻ്റെ ആവശ്യത്തിന് ഞാൻ ചെയ്യുന്ന കാര്യത്തിന് ഒരു കാരണവശാലും പ്രേതം വരില്ല. ഇനി പ്രേതം എന്ന് പറയുന്ന സംഭവം ഇല്ല എന്നുള്ളതാണ് അതിനേക്കാളും വലിയ സത്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമകളിൽ കാണാം, എല്ലാ പ്രേത സിനിമ എടുത്തോ, ഏകദേശം നിങ്ങൾ റെഫറൻസിന് വേണ്ടിയിട്ട് ഒരു 10 പ്രേത സിനിമ എടുത്തോ. 10 പ്രേത സിനിമയിലും എന്താ കാണുക, ഈ മറ്റേ കട്ടിൽ നിന്ന് വട്ടം തിരിയുന്നതും ചുമരമിറ്റെ കൂടെ പായുന്നതും പിന്നെ ഈ പെട്ടെന്ന് വന്നിട്ട് ബാക്കറ്റെ കൂടെ പിടിക്കുന്നതും, ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവം മാത്രമാണ്. അല്ലാതെ ഈ മരിച്ചു കഴിഞ്ഞാൽ, ഞാൻ കുറേ വീഡിയോകളിൽ പറഞ്ഞതാണ്, നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി വേദം വായിക്കും, ഉപനിഷത്തുകൾ വായിച്ച് മനസ്സിലാക്കുക. ഒരു ആത്മാവ്, അതായത് ഒരു ആത്മാവ് ഒരു ശരീരം സ്വീകരിച്ചു,
അതിൽ പറയുന്നുണ്ട്. നിങ്ങൾ ഇതെല്ലാം ചിന്തിക്കുന്നുണ്ട്, അതിലൂടെ പറയാൻ പറ്റൂ. ശാസ്ത്രീയമായ രീതിയിലൊന്നും എനിക്ക് പറയാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ ഈ ആത്മാവ് പ്രേതം എന്നൊക്കെ പറയുന്നത് ഒരേ സാധനം തന്നെ. അത് ഈ ആത്മീയമായ കാര്യങ്ങളിൽ വരുന്ന കാര്യമാണ്. അതുകൊണ്ട് സയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ചത്തു കഴിഞ്ഞാൽ ഒരു കോടാനുകോടി ആ ബാക്ടീരിയയും വൈറസും അങ്ങനത്തെ സാധനങ്ങളുള്ള ഒരു ശരീരമാണ് മനുഷ്യന്റെ. മുക്കാഭാഗവും വെള്ളമാണ്. അപ്പൊ അത് ഇത് ഓരോന്ന് നശിക്കുന്നതിനനുസരിച്ചിട്ട് മനുഷ്യൻ നശിച്ച് പോകും. പിന്നെ ലാസ്റ്റ് ബ്രെയിനും ഹാർട്ടും എല്ലാം നിൽക്കുന്ന സമയത്ത് മനുഷ്യൻ മരിക്കും. പിന്നെ അവിടെ പ്രേതവുമില്ല, ഭൂതവുമില്ല, ഒന്നുമില്ല, ആത്മാവുമില്ല, ഒരു ഒന്നുമില്ല. ശാസ്ത്രീയമായി പറഞ്ഞു കഴിഞ്ഞാല് ആത്മീയമായി പറയുമ്പോഴാണ് ഈ എന്ത് വരുന്നത്, ഈ ആത്മാവ് എന്ന് പറയുന്ന സാധനം വരുന്നത്. അല്ലെങ്കിൽ ശാസ്ത്രീയമായി പറയുന്ന സമയത്ത് ഇതൊന്നുമില്ല. ഒരുത്തന് സംസാരിക്കണമെങ്കിൽ, ഒരു ജീവിക്ക് ഒരു ശബ്ദം ഉണ്ടാക്കണമെങ്കിൽ വോക്കൽ കോഡിന്റെ ആവശ്യമുണ്ട്. ഈ വോക്കൽ കോഡ് ഇല്ലാത്ത ആത്മാവ് എങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത് അല്ലെ സംസാരിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് വേറെ കാര്യം. ഈ ആത്മാവ് വേദത്തിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ആത്മാവ് ഒരു ശരീരം വിട്ട് മാറുന്ന സമയത്ത് അടുത്ത ശരീരത്തിലേക്ക് പോവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ശരീരം വിടുന്നതെന്നാ പറയും. ഈ ഒരു ശരീരത്തിൽ നിന്ന് അടുത്ത ശരീരത്തിലേക്ക്, ഇതിപ്പോ മനുഷ്യനെ ഇതാ വെച്ചാൽ മനുഷ്യ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ മോക്ഷപ്രാപ്തി കിട്ടുള്ളൂ. അപ്പൊ മനുഷ്യ ശരീരത്തിൽ എത്താൻ വേണ്ടിയിട്ട് ഇതാദ്യം ജന്തുക്കളായിട്ട് മറ്റേ പലതരത്തിലുള്ള ജീവികളായിട്ട് മാറിയിട്ട് ലാസ്റ്റ് ആ മനുഷ്യ ശരീരത്തിൽ എത്തുന്നത്. ലാസ്റ്റ് മനുഷ്യ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവൻ നേരെ മോക്ഷപ്രാപ്തിയിലേക്ക്, അതായത് പരബ്രഹ്മത്തിലേക്ക് ലയിക്കുക ചെയ്യുന്നത്. പിന്നെ അവന് ജന്മമില്ല. ഇനി അവൻ ചെയ്യേണ്ട കർമ്മങ്ങൾ കൃത്യമായി ചെയ്തിട്ടില്ലെങ്കിൽ അവൻ വീണ്ടും എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു ജീവിന്റെ ശരീരത്തിലേക്ക് പോകും, മനുഷ്യ ശരീരത്തിലേക്ക് വരില്ല. അപ്പൊ അവന് അവിടെ അതിന്റെ ഇടയിൽ സമയമില്ല കറങ്ങി നടക്കാനും, പ്രേതായിട്ട് മറ്റേ ചുമരമ്പിലേക്കൂടെ പായാനും, കട്ടുതിരിക്കാനും, നിങ്ങളെ പേടിപ്പെടുത്താനൊന്നും അതിന് സമയമില്ല. അപ്പൊ രണ്ട് രീതിയിൽ എടുത്തു കഴിഞ്ഞാലും, ഈ ശാസ്ത്രീയപരമായി എടുത്തു കഴിഞ്ഞാലും ആത്മീയപരമായി എടുത്തു കഴിഞ്ഞാലും പ്രേതം, ഭൂതം, പിശാച് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമില്ല. അപ്പൊ പിന്നെ എന്ത് പ്രേതം ആവിചാരക്രിയയും വ്യഭിചാരക്രിയയും നടത്തിയാ വരുന്നതാണ് ഈ ഉള്ളവൻ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് വേറെ കാര്യം. നിങ്ങൾ ആത്മീയപരമായി എടുത്താലും ശാസ്ത്രീയപരമായി എടുത്താലും നമ്മളെ ഹിന്ദു ഗ്രന്ഥങ്ങളിൽ എന്തില്ല, പ്രേതമില്ല. പ്രേതം വന്ന് പേടിപ്പിക്കുന്ന പരിപാടിയില്ല. പിന്നെ രക്ഷസ്, ഭൂതസ്, താരസ്, തേജസ് എന്നെല്ലാം പറയുന്ന സാധനങ്ങളെല്ലാം പിന്നീട് ആരെല്ലോ ഉണ്ടാക്കിയ സംഭവങ്ങളാണ്. വേദത്തിലും ഉപനിഷത്തിലും ഏടി പ്രേതത്തിനെ കുറിച്ച് പറയുന്നില്ല. ആത്മാവിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഈ ആത്മാവ് ഇങ്ങനെയാണ്. അപ്പൊ എന്തില്ല, ശാസ്ത്രീയമായിട്ട് പറഞ്ഞാലും ആത്മീയമായിട്ട് പറഞ്ഞാലും പ്രേതം, ഭൂതം, പിശാചില്ല. പിന്നെ ഈ വ്യഭിചാരക്രിയയും ആവിചാരക്രിയയും മറ്റേ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ പ്രേതം വരുന്നാന്ന് ഈ ഉള്ളവൻ പറയുന്നേ. ഒന്നത്. രണ്ടാമത് ഓജോ ബോർഡ് 1848 ഫോക്സ് സഹോദരിമാർ തപ്പിംഗ് ഫിനോമിനൻ അവതരിപ്പിച്ചതോടെ സ്പിരിച്വലിസം പ്രസ്ഥാനം വ്യാപകമായി രംഗത്ത് വന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലം, അവസാന കാലം അമേരിക്ക, യൂറോപ്പ്, ബ്രിട്ടൻ എന്നിവിടങ്ങളിൽ സ്പിരിച്വൽ പ്രസ്ഥാനം വളരെ വ്യാപകമായി പ്രചരിച്ചു വന്നു. ഈ സമയത്താണ് സ്പിരിച്വൽ പ്രസ്ഥാനം പുതിയൊരു ഡിവൈസ് രംഗത്തിറക്കുന്നത്. ആത്മാക്കളുമായി ആശയവിനിമയം നടത്താൻ എന്ന് പറഞ്ഞ് ഓജോ ബോർഡ് രംഗത്ത് കൊണ്ടുവരികയായിരുന്നു. 1890 വരെ സ്പിരിച്വൽ പ്രസ്ഥാനം നല്ല രീതിയിൽ പോയെങ്കിലും 1852 ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞൻ വില്യം ബെഞ്ചമിൻ കാർപ്പൻ്റർ ഇഡിയോമോട്ടോ ഫിനോമിനൻ അവതരിപ്പിച്ചതോടുകൂടി ഓജോ ബോർഡിൻ്റെ പ്രശസ്തി താനെ കുത്തനെ ഇടിഞ്ഞു. കാരണം ഇതിൻ്റെ ആശയം എന്താണെന്ന് വെച്ചാൽ, ഇഡിയോമോട്ടോർ ഫിനോമിനൻ മനുഷ്യർ അവർക്കറിയാതെ അവരുടെ ചിന്തകളുടെ സ്വാധീനത്തിൽ ചെറുതായെങ്കിലും നിഷ്ക്രിയമായ ചലനങ്ങൾ നടത്തുന്നു എന്നതായിരുന്നു ഇതിൻ്റെ ആശയം. അതുപ്രകാരം ഓജോ ബോർഡ് എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ഓജോ ബോർഡിന്റെ പ്രശസ്തി താനേ പോയി. 1852-60 കാലഘട്ടങ്ങളിൽ ഓജോ ബോർഡ് ആരും ഉപയോഗിക്കാതെയായി. പലരും അതിൻ്റെ പിറകിലുള്ള
ശാസ്ത്രീയ വശം എന്താണെന്ന് മനസ്സിലാക്കി പ്രേതോ ഭൂതോ പിശാചോ ഒന്നുമില്ല എന്ന് അവർ മനസ്സിലാക്കിയതുകൊണ്ട് അവരത് ഉപേക്ഷിച്ചു. 1890 ചാൾസ് കെന്നാർഡ് മേരിലാൻഡിൽ ഓജോ ബോർഡ് നിർമ്മിച്ച് വിപണനം ആരംഭിച്ചു. അങ്ങനെ ഇതൊരു പൊതുവിജ്ഞാനമായി മാറി. 1891 ഐലജ ബോണ്ട് ഇതിന്റെ പേറ്റന്റ് എടുത്ത് ലോകം മുഴുവൻ വിപണനം ചെയ്യാൻ തുടങ്ങി. ഇതൊരു പൊതുവിജ്ഞാനമായി മാറി. നമ്മളെ ലൂഡോ ബോർഡ്, ഏണിയും പാമ്പ് ഇങ്ങനെയുള്ള കളികൾ പോലെ ഈ ഓജോ ബോർഡും ഈ ഒരു തരത്തിലാണ് ആദ്യമായി പ്രചാരത്തിൽ വന്നത്. ആദ്യം ഇത് ഉണ്ടാക്കിയത് സ്പിരിച്വൽ പ്രസ്ഥാനത്തിൽ ആത്മാക്കളുമായി സംവദിക്കാമെന്നുള്ള ഇതാണെങ്കിലും പിന്നീട് ഇഡിയോമോട്ടോർ ഫിനോമിനൻ വന്നതോടുകൂടി അതിന്റെ ശാസ്ത്രീയ വശം മനസ്സിലാക്കി ആളുകൾ ഇത് ഉപേക്ഷിക്കുകയും 1891 ആകുമ്പോഴത്തേക്കിൽ ഇത് ജസ്റ്റ് ഒരു വിനോദം മാത്രമായിട്ട് ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷെ കഥകൾ പലതും പ്രചരിച്ചു. നമ്മുടെ നാട്ടിൽ ബ്രിട്ടനിൽ ഇത് ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ ഒരു സംഭവമായതുകൊണ്ട്, വിനോദപരമായിട്ട് സ്വാധീനം ചെലുത്തിയ സംഭവമായതുകൊണ്ട് ബ്രിട്ടൻ വഴി നമ്മളെ എവിടേക്കും വന്നു, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്കും കൊണ്ടുവന്നു. അങ്ങനെ ഇതൊരു പ്രേതം പിടിക്കുന്ന ഒരു സംഭവമായിട്ടാണ് അവർ ഇങ്ങനെ ഇത് വിപണനം ചെയ്ത് രാജാക്കന്മാരുടെ ഇടയിലൊക്കെ ഭയങ്കര സംഭവമാക്കിയിട്ട് മാറ്റിയത്. അതുകൊണ്ട് ഈടെയൊക്കെ എന്താന്ന് ഇപ്പോഴുള്ള വിശ്വാസം എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് പ്രേതമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലും ഇത് ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഒരു വിനോദം മാത്രമായിട്ടാണ്. അപ്പോൾ ഓജോ ബോർഡിന്റെ കഥയും ഏകദേശം ഓക്കെ ആയല്ലോ. അപ്പൊ ഇതൊന്നും ഒരു പ്രേതം എന്ന് പറഞ്ഞ സംഭവം ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രേതം എന്ന് പറഞ്ഞ സംഭവം ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് ഓജോ ബോർഡ് കളിച്ച് എങ്ങനെ പ്രേതം വരുക? നിങ്ങൾ എന്നെ ചിന്തിക്കുക. എന്നിട്ട് നിങ്ങളെ വിലയേറിയ കമന്റ് അങ്ങ് ഇടുക. എന്നെ ചീത്ത പറഞ്ഞിട്ടായാലും അല്ലാണ്ടായാലും നിങ്ങൾ എന്നെ ചിന്തിച്ച് നോക്കുക. അല്ലെങ്കിൽ നിങ്ങളെ അറിയുന്ന സംഭവങ്ങളുമായിട്ട് ഇതൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം പിടികിട്ടും. അപ്പം ഇതാണ് ഓജോ ബോർഡിൻ്റെയും നെഗറ്റീവ് പോസിറ്റീവ് ചിന്തകളുടെയും എല്ലാം ഞാൻ ചെയ്ത വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.